പൊന്നാനി ഹാർബറിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക അഴിമതി എന്നാരോപിച്ച് UDF പ്രവർത്തകർ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. പൊന്നാനി ഹാർബറിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണത്തിലും ടോൾ പിരിവിലും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചാണ് അഴീക്കൽ UDF കമ്മിറ്റി ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. നവംബർ കഴിഞ്ഞിട്ട് 17 ദിവസമായ പൈസ അയാൾ പിരിച്ചിട്ടുണ്ടെന്ന് അയാൾ പറയും. പക്ഷെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പ്രിയാന്ന് പറഞ്ഞ അത് 15 ദിവസം പ്രശ്നമായപ്പോഴാണ് പിരിച്ചത്. ആ 15 ദിവസം ആരാ കരാറുകാരൻ ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കും. അവര് അവരാണ് സാധനങ്ങളൊക്കെ എനിക്കറിയില്ല. കഴിഞ്ഞ വർഷത്തെ ടോൾ പിരിവ് കാലാവധി അവസാനിച്ചതിന് ശേഷം 17 ദിവസം ഹാർബറിൽ ടോൾ പിരിച്ചത് ഉദ്യോഗസ്ഥരാണെന്നും എന്നാൽ പിരിച്ച തുകയെപ്പറ്റി വ്യക്തതയില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. ഈ ഇനത്തിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നുവെന്നാണ് ആരോപണം. ഗേറ്റ് മോഷണവുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഉപരോധത്തിന് മുഹമ്മദ് ഷാഫി, H. കബീർ, K. കോയ, അത്തീഖ് പറമ്പിൽ, ബാദുഷ, സജീർ, നാദിർ, സൈഫു എന്നിവർ നേതൃത്വം നൽകി. ടോളിൻ്റെ പിരിവിൻ്റെ കാലാവധി കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ വർഷം അത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് പിന്നീട് പിരിച്ചത്. ആ പിരിച്ച എത്ര ദിവസമാണെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അവർ പറഞ്ഞ പിരിച്ച പൈസ ട്രഷറിയിൽ അടക്കണം. ഞങ്ങൾ ചോദിച്ചു, ഓരോ ദിവസം എത്ര പൈസ ട്രഷറിയിൽ നിങ്ങൾ അടച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ക് കാണിക്കണ്ടേ? മൊത്തം പൈസ പിരിച്ച് കയ്യിൽ വെച്ചിട്ടല്ല ട്രഷറിയിൽ അടക്കൽ. ഓരോ ദിവസത്തെ കളക്ഷൻ അതാത് ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ടുപോയി അടക്കണം. അതാണ് ട്രഷറിലെ കണക്ക്. അത് ചോദിച്ചിട്ട് അവർക്ക് തരാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ പ്രദേശത്തുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർ പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിന് അവരെല്ലാം ഒഴിഞ്ഞു നിന്നിട്ട് പ്രദേശത്തുള്ള ജനങ്ങളെ പേരിൽ അതെല്ലാം ചാർത്താൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലോബിയുണ്ട്. അവരാണ് ഈ കളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങൾ വെക്കാതെ ജനങ്ങൾക്ക് ഒരു കാര്യത്തിലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളൂ. കോടികൾ സർക്കാരിൻ്റെ പൈസ ലാപ്സാക്കി വെച്ചിട്ടുണ്ട്. 2 ഐസിൻ്റെ പൊടിക്കുന്ന എക്സലേറ്റർ. ഇപ്പം ബോട്ടിൽ നിന്നും മീൻ പൊന്തിക്കാനെന്ന് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ അതിന് 30 ലക്ഷം റുപ്യാണ് ഒന്നിന് വില. അത് 30 ലക്ഷം റുപ്യ ആരോട് ചോദിച്ചിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചിട്ടാണോ ഈ കാര്യം ചെയ്തിട്ടുള്ളത്? ഇല്ല. അത് ചോദിച്ചപ്പോൾ ഞങ്ങൾ കളക്ട്രേറ്റ് മീറ്റിങ്ങിന് കഴിഞ്ഞ ബുധനാഴ്ച അതിന് മേലിലെ ബുധനാഴ്ച പോയി ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് ഏത് മത്സ്യത്തൊഴിലാളികൾ ചോദിച്ചിട്ടാണ് പറഞ്ഞപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികളൊന്നും പറയാനില്ല, അന്യസംസ്ഥാന തൊഴിലാളികളൊന്നും പറയാനില്ല. ആർക്ക് വേണ്ടി ചെയ്താണെന്ന് ചോദിച്ചിട്ട് ഒരു മിണ്ടാട്ടയില്ല. കളക്ടർ ഇതെല്ലാം തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉപഭോക്താക്കളോടൊരു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നു. അതൊന്നും ചോദിച്ചിട്ടില്ല. ഈ ഹാർബറിനകത്ത് മുഴുവൻ അഴിമതി നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ചോദ്യം ചെയ്യാൻ ആളുണ്ടായിട്ടില്ല. ഇനി വന്നുള്ള സർക്കാരെങ്കിലും ഇതിനെല്ലാം ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള ഒരു ധാരണ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഈ ഗേറ്റ് മോഷണം പോയതിൽ ഈ പ്രതികളെ പിടിക്കാൻ ഓഫീസർമാർക്ക് നല്ല തിടുക്കുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ നവംബറിലാണ് ഇവിടുത്തെ ടോൾ പിരിവ് അവസാനിച്ചത്. ടോൾ പിരിവ് അവസാനിച്ചതിന് ശേഷം 17 ദിവസം ഇവിടെ പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു. 17 ദിവസം പിരിച്ച പൈസ ഓഫീസിലും എത്തിയിട്ടില്ല, ട്രഷറിയിലും എത്തിയിട്ടില്ല. അപ്പോൾ ഈ 17 ദിവസത്തെ പൈസ ആരാ പിരിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല. ഇവർ പറയണം പഴയ കരാറുകാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയണം ഞങ്ങൾ പിരിച്ചിട്ടില്ല, ഞങ്ങളത് നവംബറിൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓഫീസർമാർ ഇവിടുത്തെ പിരിവുകാരും കൂടി അത് പിരിച്ചെടുത്ത പൈസ എവിടെയാണ് കൊണ്ടുപോയെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം.
ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.